പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 46 അതിന്റെ 5-ാമത്തെ വാക്യം. ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുരുകിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. തിരുവെഴുത്താണ് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ്? ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുരുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും എന്ന് പറഞ്ഞ് നമ്മളിവിടെ ചിന്തിക്കുന്നത് ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന്റെ ആ വലിയ സാന്നിധ്യം ഈ തിരുവെഴുത്ത് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതിന് 4-5 വാക്യങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. 4-ാം വാക്യം പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഈ ഭാഗത്ത് വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ചരിത്രങ്ങളോട് നമ്മൾ ചിന്തിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 4-5 വാക്യങ്ങളിൽ സന്താപാവസരങ്ങളിൽ സന്തോഷത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയണം. മനുഷ്യന്റെ ജീവിതത്തിൽ സന്താപത്തിന്റെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ സാഹചര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ സന്തോഷത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് തളർന്നിരിക്കുന്ന മേഖലയിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശാന്തമായി ഒഴുകുന്ന കൃപയാം നദി ദൈവനഗരത്തെ അഥവാ ദൈവസഭയെ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുകയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ആശ്വസിപ്പിക്കുകയും പിന്നീട് ഹല്ലേലൂയ ആ നദിയിലൂടെ നമുക്ക് ദൈവിക ആനന്ദം കണ്ടെത്തുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ ആ ഭാഗം പറയാം. ശാന്തമായി ഒഴുകുന്ന കൃപയാകുന്ന നദി. ഹല്ലേലൂയ. അപ്പം ദൈവസഭയും ദൈവനഗരത്തെയും സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഹല്ലേലൂയ സഭയുടെ മധ്യ ക്രിസ്തു വസിക്കുന്നത് കൊണ്ട് അതിനെ ദൈവനഗരം എന്നാണ് വിളിക്കുന്നത്. സഭയുടെ മധ്യ ദൈവം വസിക്കുന്നത് കൊണ്ട് അതിന് ദൈവനഗരം എന്ന് വിളിക്കുന്നു. ഞാനിത് ശാന്തമായിട്ട് നിങ്ങളോട് പറയും. ഇന്നത്തെ കാലത്ത് സഭയുടെ മധ്യേ ദൈവം ഉള്ളത് കൊണ്ട് അതിനെ ദൈവനഗരം എന്ന് വിളിക്കുമ്പോൾ, ദൈവസഭയുടെ മധ്യേ ദൈവം ഉള്ളത് കൊണ്ട് അത് കുരുങ്ങിപ്പോകില്ല ദൈവസഭ. മാത്രമല്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയുടെ മധ്യത്തിൽ ദൈവം ഇല്ല എന്നുള്ളത് പറയാൻ കഴിയും. എല്ലാ സഭകളും അല്ലല്ല. നിങ്ങൾക്കറിയാം, ദൈവമുള്ള സഭയും ദൈവം ഇല്ലാത്ത സഭയും. ദൈവത്തിന് വസിക്കുവാൻ കഴിയാത്ത ദൈവസഭയുടെ നടുവിൽ, ദൈവസഭയുടെ തലയായിരിക്കുന്ന ക്രിസ്തുവിന് വസിപ്പാൻ കഴിയാത്ത നിലയിൽ ദൈവസഭ ലോക ഇമ്പങ്ങളിലേക്ക് കടന്നുപോയി. ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് സഭ പോയപ്പോൾ ദൈവസഭയുടെ നടുവിൽ നിന്ന് ക്രിസ്തു മാറി, അന്യപ്പെട്ടു എന്ന് വേണം പറയാൻ. സഭയാണോ സഭയാണ്, ആരാധനയുണ്ട്, സ്തുതിയുണ്ടോ സ്തുതിയുണ്ട്, ദൈവജനമുണ്ട് ഉണ്ട്. എന്നാൽ ദൈവം അതിന്റെ മധ്യേ ഇല്ലെന്നുള്ളതാണ്. ദൈവസഭയുടെ ദൈവനഗരത്തിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്ത് ആത്മീയ ഉണർവുണ്ടായിരിക്കും, ആത്മീയ സന്തോഷം ഉണ്ടായിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും. അവിടെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കും. അത് വളരെ ശുഭം മനോഹരമായിരിക്കും. രക്തജയം. ദൈവസഭയുടെ മധ്യ ദൈവം ഉണ്ടെങ്കിൽ ആ സഭ ശാന്തമായിരിക്കും. സാഹോദര്യ ബന്ധം നിലനിർത്തിപ്പോകും. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായിരിക്കും, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കും. ഒരുവൻ ആമേൻ പ്രാർത്ഥിക്കും. അപ്പൊ ദൈവസഭയുടെ മധ്യ ദൈവം ഉണ്ടെങ്കിൽ, ദൈവസഭയാകുന്ന ദൈവനഗരത്തിൽ ദൈവമുണ്ടെങ്കിൽ ആ സഭയുടെ പരിപൂർണ ഉത്തരവാദിത്തം കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയുടെ മധ്യത്തിൽ നിന്ന് ദൈവം മാറി രാഷ്ട്രീയക്കാര് കയറി. പ്രൈസ്. രാഷ്ട്രീയക്കാര് കയറിയതിനോടുകൂടി സഭ തകർന്നു. നമുക്ക് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വലിയ കൺവെൻഷനുകൾ നടക്കുക.
ഇനി നമ്മുടെ കൺവെൻഷനുകൾ വരുമ്പോഴത്തേനും നാട്ടി അസഭ്യം വിളിച്ചു ചീത്ത വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി എന്ത് കോലാമ്പീച്ചും കാണിക്കുന്നവരെ നേതാക്കന്മാരെ സഭയുടെ കൺവെൻഷന്റെ നടുവിലേക്ക് കൊണ്ടുവരും, സ്റ്റേജിന്റെ നടുവിൽ കൊണ്ടുവരും. അല്ലേലിയ. പിന്നെ അവര് വന്ന് അവരെന്തെങ്കിലും വായി തോന്നിയതൊക്കെ വിളിച്ചു കാണാപ്പാടം കുറെ വചനമൊക്കെ പഠിച്ചു. അപ്പം ദൈവസഭയുടെ മധ്യത്തിൽ സഭയാകുന്ന നഗരത്തിന്റെ മധ്യത്തിൽ നാം കൂടി വരുന്ന കൂട്ടായ്മയുടെ നടുവിൽ, നാം കൂടി വരുന്ന കൺവെൻഷനുകളുടെ നടുവിൽ ആരുണ്ടായിരിക്കണം? എല്ലാവിധത്തിലും അസഭ്യം വിളിച്ചു പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ, സംഘടന നേതാക്കന്മാരല്ല വേണ്ടിയത്, ദൈവമായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അപ്പം ദൈവത്തെ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ദൈവസഭയുടെ പ്രവർത്തനം നിലച്ചുപോയി. ശ്വാസം നിലയ്ക്കുന്നത് പോലെ പല ദൈവസഭയുടെ പ്രവർത്തനം നിലച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, കൃപയാകുന്ന നദി ദൈവസഭയിൽ ഒഴുകണം. കൃപയാകുന്ന നദിയാൽ നിറയപ്പെട്ടതായിരിക്കണം ദൈവസഭ എന്ന് പറയുന്നത്. അത് ലോകക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കരുത്. ലോക മനുഷ്യൻ കൂടി വരുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സഭയുടെ ഉന്നതാധികാരത്തിനകത്തല്ല. ലേറിയ ദൈവസഭയുടെ നടുവിൽ ദൈവം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇന്ന് സഭയെല്ലാം കോടതി കയറി ഇറങ്ങുന്നത്, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ ഉണ്ടാകത്തില്ലല്ലോ. അല്ലേലുയ. നിങ്ങൾ വേണ്ടുന്ന വിധത്തിൽ അങ്ങ് ചിന്തിച്ചാൽ മതി കേട്ടോ. രക്തം ചെയ്യും. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, ദൈവം നഗരം, ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ നഗരം എന്ന് നിങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭയെന്ന് ദൈവം നിങ്ങളെ വിശേഷിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിന്റെ നടുവിൽ യേശു ഉണ്ടായിരിക്കണം. കൃപയാകുന്ന നദി നിങ്ങളെ ചുറ്റി ഒഴുകിക്കൊണ്ടിരിക്കണം. കൃപയാകുന്ന നദി നിങ്ങളെ ചുറ്റി ഒഴുകുമ്പോഴാണ് ആ കൃപയാ നദിക്കകത്ത് നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അല്ലേലിയ. കൃപയുടെ നദി നമ്മളിൽ നിന്ന് മാറി ഒഴുകിയാൽ, അല്ലേലിയ, നാം വരണ്ട നിലം പോലെയായി മാറും. സ്തോത്രം. ഒരു നദി ഒരു ദേശത്ത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ നദി ആ ദേശത്ത് നിന്ന് മാറി മറ്റൊരു ദിശയിലേക്ക് ഒഴുകിയാൽ, പ്രൈസ് ദി ലോർഡ്, മുമ്പുണ്ടായിരുന്ന നദി വരണ്ടു പോകും. ഇനി ആ നദിയിലെ വെള്ളം വറ്റിപ്പോയാൽ ആ നദി വീണ്ടും വരണ്ട് കിടക്കുക എന്ന് പറഞ്ഞതുപോലെ കൃപയാകുന്ന നദി, അല്ലേലിയ, ദൈവസഭയുടെ ചുറ്റിലും, ദൈവസഭയാകുന്ന നഗരത്തിന് ചുറ്റിലും, ദൈവസഭയാകുന്ന നമ്മുടെ ഹൃദയത്തിന്റെ മധ്യത്തിലും കൃപയാകുന്ന നദി ഒഴുകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു വാക്യം ചേർത്ത് പിടിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നത്. അപ്പം ദൈവ നഗരത്തെ, അത്യുന്നതന്റെ നിവാസത്തെ നടുവിൽ, ഹല്ലേലൂയ, ആരുണ്ട്? ദൈവമുണ്ട്. അതിന്റെ മധ്യ ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവസഭ കുരുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ സന്തോഷിപ്പിക്കും. ഇന്നത്തെ സഭയുടെ ഒക്കെ കാര്യം കേട്ട് കഴിഞ്ഞാൽ മൂക്കെ കൈവച്ച് പോകും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാകുന്ന നദിക്കകത്തുനിന്ന് പലരും പുറത്തു ചാടി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നദിയാകുന്ന ആ കൃപ നമ്മളിൽ നിന്ന് ദിശ മാറിയപ്പോൾ, സ്തോത്രം, ഇന്നത്തെ സഭയൊക്കെ വരണ്ടു പോയി കിടക്കുക, വരണ്ട നിലം പോലായി മാറി. ഞാനൊരു പുസ്തകം ഒരിക്കൽ വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നു കേട്ടോ. അതിൽ എഴുതിയിരിക്കുന്നു, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു ദിവസം അതിരാവിലെ ചില വേട്ടനായികൾ ഒരു പുള്ളിമാനിനെ ഓടിച്ചുകൊണ്ടുവരുന്ന ശബ്ദം ഒരു ദൈവദാസൻ കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മനോഹരമായ പുള്ളിമാൻ ഓടുവാൻ സാധിക്കാതെ ആ ദൈവദാസൻ തങ്ങിയിരുന്ന സ്ഥലത്തിന്റെ ചുറ്റിലും ഉണ്ടായിരുന്ന വേലിക്കെട്ട് പൊളിച്ച് ഈ ദൈവദാസന്റെ അരികിലേക്ക് ഈ പുള്ളിമാൻ ഓടിയെത്തി. പ്രൈസ് ദി ലോർഡ്. കാരണം പുറകെ വേട്ടനായ്ക്കൾ വന്നുകൊണ്ടിരിക്കുക. വേട്ടനായ്ക്കളുടെ കയ്യിൽ പുള്ളിമാനെ കിട്ടിയാൽ അതിനെ ഭക്ഷണമാക്കും. അപ്പൊ ഈ മാൻകുട്ടി എന്ത് ചെയ്തു? ഓടി ഈ ദൈവദാസൻ താമസിക്കുന്ന നിവാസത്തിന്റെ അരികിലേക്ക് ഓടി വന്ന്, ഹല്ലേലൂയ, ഈ ദൈവദാസന്റെ രണ്ട് കാലുകൾക്കിടയിൽ, ഹല്ലേലൂയ, അരകൾക്കിടയിലായിട്ട്
ഈ മാൻകുട്ടി അങ്ങ് തല താഴ്ത്തി വിളിച്ചു. കാരണം വേട്ടനായ്ക്കൾ കാണാതിരിക്കാൻ വേണ്ടി തല താഴ്ത്തി ഈ ദൈവദാസനോട് ചേർന്നങ്ങിരുന്നു. ഈ ദൈവദാസൻ എന്തോ അപകടം പെട്ടെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ഒരു പുള്ളിമാൻ എൻ്റെ ഒരിക്കൽ ഓടി വന്ന എന്നെ അഭയം പ്രാപിക്കണമെങ്കിൽ അതിനെ തകർക്കുവാൻ എന്തോ ശത്രു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ ദൈവദാസൻ ഈ മാൻകുട്ടി എടുത്ത് തോളിലേറ്റി. മാൻകുട്ടി എടുത്ത് തോളിലേക്ക് അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? വേട്ടനായ്ക്കൾ ആമി കൂർത്ത പല്ലുമായി കുരച്ചുകൊണ്ട് ഈ നായ്ക്കുട്ടികളെ കടിച്ചു കീറാനായിട്ട് വരുന്ന ആമി ഒരു കൂട്ടം വേട്ടനായ്ക്കളെ കണ്ടത്. പ്രേസരോ. അപ്പം ഒരു കൂട്ടം വലിയ കൂട്ടനായ്ക്കളെ അല്ലെങ്കിൽ വരുന്നത് കണ്ട് ഈ ദൈവദാസൻ മാനിനെ തോളിൽ നിറക്കാതെ ഈ മാനിന് വീണ്ടും സംരക്ഷണം കൊടുത്തു. കാരണം ഇപ്പം മാനിരിക്കുന്ന ആരുടെ തോളില്ല? ഒരു ദൈവദാസന്റെ തോളില്ല. വേട്ടനായ്ക്കൾക്ക് ഒരിക്കലും ആ ദൈവദാസനെ തകർത്തിട്ട് ഈ മാൻകുട്ടിയെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മാൻകുട്ടി സുരക്ഷിതമാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രശ്നീകത, നാം ഈ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലേലൂയ, ഈ മാൻകുട്ടി ആശ്രയിച്ചത് ഒരു ദൈവദാസനിലാണെങ്കിൽ ആ ദൈവദാസൻ പിന്നത്തേതിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അല്ലെ, ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മാൻകുട്ടിയെ പോലെയാണല്ലോ. ഈ മാൻകുട്ടിയെ വേട്ടയാടാൻ വന്ന വേട്ടനായ്ക്കളെ പോലെ ഈ ലോകത്തിലെ അനവധി വേട്ടനായ്ക്കൾക്ക് സമാനമായ അനവധി ആളുകൾ എന്നെ വേട്ടയാടി ഭക്ഷണമാക്കാൻ വന്നപ്പോൾ എന്നെ തോളിലേറ്റിയത് എന്റെ ഇടയൻ തോളിലേറ്റി എന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചതുകൊണ്ട് വേട്ടനായ്ക്കൾക്ക് എന്നെ കടിച്ചു കയറാൻ കഴിയില്ല. ഈ മാൻകുട്ടി ഈ ദൈവദാസന്റെ തോളിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ വേട്ടനായ്ക്കൾക്ക് കടിച്ചു കയറാൻ കഴിയാത്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നേഹിതരെ, ഞാനും നിങ്ങളുമൊക്കെ ഓരോ അഴകേറിയ പുള്ളിമാനിന് സമാനമായി നമ്മളെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് കടിച്ചു കീറാൻ വരുന്ന വേട്ടനായ്ക്കളുടെ നടുവിൽ ഓടിയെത്തി ഈ ദൈവദാസന്റെ തോളിൽ അഭയം പ്രാപിച്ചതുപോലെ നമ്മെ കടിച്ചു കീറാൻ വന്ന വേട്ടനായ്ക്കൾ ലോകം സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നാം ഇടയനായിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എത്ര സുരക്ഷിതരാണ്. പ്രൈസലോ. നമ്മൾ കർത്താവിന്റെ കരങ്ങളിലായിരിക്കണം. 100 ആടിലൊന്ന് കാണാതെ പോയപ്പോൾ 99 വഴിയിൽ വിട്ടിട്ട് അല്ലേറിയ മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനു വേണ്ടി തിരഞ്ഞു പോയവനാണ് നമ്മുടെ ദൈവം. രക്തജയം. കാണാതെ പോയ ഒന്നിനെ തിരഞ്ഞു കിട്ടിയപ്പോൾ അല്ലേറിയ കണ്ടുകിട്ടിയതിനെ തോളിലേറ്റിക്കൊണ്ട് സന്തോഷത്തോടെ മടങ്ങി വന്നൊരു നല്ല കർത്താവ് നമുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിനക്ക് ചുറ്റും അനവധി വേട്ടനായ്ക്കളെ പോലെ സാത്താന്യ ശക്തികൾ നിന്നെ കടിച്ചു കീറാൻ നടക്കുമ്പോൾ ഇന്ന് പകൽ നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി നിന്നെ ഏൽപ്പിക്കാൻ കഴിയുന്നെങ്കിൽ നിന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലേലൂയ ദൈവവചനം പറഞ്ഞത്, ഒരു നദി ഉണ്ട് അല്ലേലൂയ, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അത്യുന്നതന്റെ നിവാസം ഹല്ലേലൂയ. കൃപയാകുന്ന നദി അത്യുന്നതന്റെ നിവാസത്തെ എന്ത് ചെയ്യുന്നു? ആമേൻ, ചുറ്റിയിരിക്കുക. അപ്പൊ കൃപയാകുന്ന നദിയിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ തകർക്കാൻ ഈ സാത്താന്യ ശക്തികൾക്ക് കഴിയില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സാത്താൻ സഭകളെ മുഴുവൻ തകർത്തു. സാത്താൻ ഇപ്പൊ സഭയുടെ മധ്യമുണ്ട്. സഭയുടെ മധ്യ ആരാ കാണരുത്? യേശുവാ കാണേണ്ടത്. പക്ഷെ ഇപ്പൊ ആരാ ഉള്ള സഭയുടെ മധ്യ? സാത്താനാ. അതുകൊണ്ടാണല്ലോ കോലാഹലങ്ങൾ മുഴുവൻ നടക്കുന്നത്. സഭയുടെ മധ്യ സാത്താൻ ആയതുകൊണ്ടാണല്ലോ സഭയ്ക്കകത്ത് രാഷ്ട്രീയം പ്രവേശിച്ചത്. രാഷ്ട്രീയക്കാർ പ്രവേശിച്ചത് അതുകൊണ്ടാണല്ലോ സഭ ഇന്ന് പ്രശ്നങ്ങൾ തീർക്കാൻ അധികാരികളെ സമീപിച്ചത്. ആ അധികാരികൾ തീർക്കാൻ ക്രമസമാധാന പാലകർക്കും കഴിയാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അത് കോടതിയിലേക്ക് വിട്ടു. ഇപ്പം പല സഭയുടെയും സ്ഥിതി എന്താ? കൃപയാ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ നിവാസമായിരിക്കുന്ന ദൈവത്തിന്റെ നഗരമായിരുന്ന സഭ, അത്യുന്നതന്റെ വാസസ്ഥലമായിരിക്കുന്ന ദൈവസഭ, ആ സഭയുടെ മധ്യ യേശു കാണേണ്ടതിന് പകരം സാത്താൻ കയറി കഴിഞ്ഞു. പ്രൈസലോ. എന്നാൽ ഇന്ന് പകലിനെ കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഞാൻ നിങ്ങളും അവൻ ചിന്തിക്കുമ്പോൾ
ഈ സ്തോത്രം നമ്മുടെ ഉള്ളിലേക്ക് ലോകമോഹങ്ങളും അല്ലെങ്കിൽ ചിന്തകളും ആഗ്രഹങ്ങളും ഒന്നും കടന്നു വന്ന് നാം ഒരു അരിഷ്ട മനുഷ്യനായി മാറരുത്. ഈശ്വരോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയെ കൃപയാനദി ഒഴുകി ആ കൃപയാനദിയിൽ ദൈവസഭ നിറഞ്ഞു നിൽക്കുന്നതിന് പകരം ലോകമോഹങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഇച്ഛകൾ എന്നുവേണ്ട ഇത്യാദി സംഭവങ്ങളെല്ലാം കൂടെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് കൃപയാ നദിക്കകത്ത് നിന്ന ദൈവത്തിന്റെ സഭ, ദൈവസഭയാകുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ഇന്ന് അരിഷ്ട മനുഷ്യനായി മാറി. അതുകൊണ്ടാണ് നമ്മുടെ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 7-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആർ വിടിവിക്കും. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് പറയുന്നത് അരിഷ്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിച്ചത്. എങ്കിലും ഇന്നത്തെ സഭ എന്ന് പറയുന്നത് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അരിഷ്ട മനുഷ്യനാണ്. അല്ലേറിയ മരിച്ചുപോയ ആളിന്റെ ബോഡി ജീവനുള്ള ആളിന്റെ ദേഹത്ത് കെട്ടിവെച്ച് ദിവസങ്ങൾ നിർത്തും. മരിച്ചുപോയ ആളിന്റെ ശരീരം ചില ദിവസങ്ങൾ കൊണ്ട് അഴുകി നാറ്റം വെച്ച് പുഴുവിറങ്ങി ആ പുഴി ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു കീറി ആ ശരീരം തുളച്ച് അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. കൂടാതെ ഈ മരിച്ച ശവശരീരം തന്നിൽ കെട്ടിവെച്ച് അതിന്റെ ദുർഗന്ധം മുഖാന്തരം താൻ വളരെ അസ്വസ്ഥത അനുഭവിക്കുന്ന അസാഹചര്യം. ഈ സന്ദർഭത്തെ കണ്ടുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കും. ആ സാഹചര്യത്തെ അന്നത്തെ കാലഘട്ടത്തിൽ പൗലോസ് കണ്ടിട്ട് അതേ ഒരു അവസരത്തെ പൗലോസ് കടന്നു പോവുകയാണ്. അപ്പോഴാണ് താൻ ഒരു അരിഷ്ട മനുഷ്യൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഈ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് ചത്തുപോയ മൃതശരീരം കെട്ടിവെച്ചതുപോലെ അതിന്റെ ദുർഗന്ധം വമിച്ച് അതിൽ നിന്ന് പുഴുവിറങ്ങി ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞ് ശരീരം തുളച്ചു കയറുന്ന പോലെ സാത്താൻ നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചില്ലേ? പിശാച് നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചില്ലേ? സാത്താൻ നിന്റെ ഉള്ളിലേക്ക് വന്ന് പിശാച് നിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ലോകമോഹങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ഇച്ഛകളും നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന അനുഭൂതി സുഖലോലുപമായ അനുഭവത്തിലേക്ക് പിശാച് നിന്നെ കൊണ്ടുപോയില്ലേ? ഇന്ന് കൃപയാ നദി നിന്നിൽ നിന്ന് മാറി ഒഴുകിയില്ലേ? ഇപ്പൊ നീ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ലേ? നിലയിലാ കയത്തിൽ മുങ്ങിത്താഴുമ്പം കച്ചിത്തുരുമ്പും ആശ്രയം എന്ന് പറഞ്ഞതുപോലെ എവിടെയാണ് ഒരു ആശ്രയം ഓർത്ത് കണ്ണുനീർ തൂകുകയല്ലേ? മാനസാന്തരപ്പെട്ട് മടങ്ങുക. നമ്മുടെ കർത്താവ് വരാൻ സമയമായി, യേശു വരാൻ സമയമായി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ നഗരത്തിൽ, ദൈവത്തിന്റെ വിശുദ്ധ നിവാസത്തിൽ, ആ ദൈവ നഗരത്തിൽ കൃപയാ നദിയാൽ നിറയപ്പെട്ട സ്വർഗീയ പർദീസയിലേക്ക് ഞാനും നിങ്ങളും എത്തണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ വേട്ടനായി ഓടിച്ചു കൊണ്ടുവന്ന മാൻകുട്ടി ഓടി വന്ന് ഈ ദൈവദാസന്റെ തോളിൽ ആശ്രയം പ്രാപിച്ചതുപോലെ ഞാനും നിങ്ങൾ ലോകമോഹങ്ങളെ വിട്ടിട്ട് ഓടി വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉള്ളംകരങ്ങളിൽ ഞാനും നിങ്ങൾ സുരക്ഷിതരായി മാറണം. ഈശ്വരോ, ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ വേദനയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് എന്നോട് പലരും ചോദ്യം, എന്താണ് പാസ്റ്റേ നമ്മുടെ വിശ്വാസ ജീവിതം, വിശ്വാസികളെല്ലാം ഇങ്ങനായി പോയത്, എന്താണ് നമ്മുടെ സഭകൾക്ക് പറ്റിയെന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അതൊക്കെ അവരോട് ചോദിക്കുക, എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ഞാൻ അവരോടൊപ്പം അല്ല, ഞാൻ എന്നിൽ തന്നെ ശുദ്ധീകരണം നടത്തിക്കുന്നുണ്ട്. അവരോടൊപ്പം കൂട്ടിച്ചേരാൻ, അവർ മത്സരിക്കാൻ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, അവരും നല്ലതാണ് ഇവരും നല്ലതാണെന്ന് പറയാനൊന്നും ഞാനില്ല. എനിക്കൊരു പ്രത്യാശയുണ്ട്. ആ കൃപയാവുന്ന നദി ദൈവത്തിന്റെ നഗരത്തെ, വിശുദ്ധ നിവാസത്തെ ചുറ്റി ഒഴുകുന്നത് പോലെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാകുന്ന നദി അത് നിറയപ്പെട്ട് നിൽക്കണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് സ്നേഹിത, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊന്നും ഇടപെടാറില്ലെന്ന് പറഞ്ഞു. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആ പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും നിൽക്കരുത്. പ്രൈസലോ. പലരും നിങ്ങളെ ചോദിച്ച് നിങ്ങളെ വായിൽ കോലിട്ട് കുത്തി നിങ്ങളെ സംസാരിക്കാൻ ശ്രമിക്കും.
പണ്ട് പഴമക്കാർ ചൊല്ലു പറഞ്ഞിട്ടുണ്ട്, ആലും മോങ്ങാനിടുന്ന നായുടെ വാലയെ പിടിച്ചെന്ന് പറഞ്ഞാലേ അല്ലേലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉന്തിൽ കയറി പിടിക്കാൻ നിൽക്കരുത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മോഹങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ഇച്ഛകളും ഈ ലോകത്തെ ലൗകിക സുഖങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ആമേൻ സ്തോത്രം അതിനെല്ലാം നീ കുതറി മാറിയിട്ട് കർത്താവിന്റെ പാദങ്ങളിൽ ഹല്ലേലൂയ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ദൈവകരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിന്നെ അധികാലത്തെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വരുമ്പോൾ ആ ദൈവം അതിന്റെ മധ്യ ഉണ്ടെന്ന് പറയുമ്പോൾ നീയാണ് ദൈവസഭ, നീയാണ് ദൈവത്തിന്റെ കൂടാരം. നിന്റെ മധ്യേ ദൈവം വസിക്കും. ഹല്ലേലൂയ. നിന്റെ മധ്യേ ദൈവം വസിക്കും. നീ കുടുങ്ങി പോകയില്ല. ഹല്ലേലൂയ. അധികാലത്തെ തന്നെ ഹല്ലേലൂയ അതിനെ നിന്നെ ദൈവം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കണം, പ്രാർത്ഥനയുടെ ശബ്ദത്തോടെ ആയിരിക്കണം. അധികാലത്ത് എഴുന്നേറ്റ് വന്ന് ആദ്യം നമ്മുടെ ദൃഷ്ടി പതിയേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആ പാദപീഠത്തിലേക്ക് നമ്മെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ പറയുന്ന കർത്താവേ, കൃപയാകുന്ന നദി, ഈ സഭയാകുന്ന എന്റെ കൂടാരമാകുന്ന എന്നെ അതിന്റെ ചുറ്റിനും ആ നദി ഒന്ന് ഒഴുക്കണമേ. ആ കൃപയാകുന്ന നദിയിൽ നിന്ന് പുറത്തു പോകാൻ ഇടയാകരുത്. കൃപയാകുന്ന നദി എന്നിൽ നിന്ന് മാറി ഒഴുകാൻ ഇടയാകരുത്. ഞാൻ ആ കൃപയാകുന്ന നദിയിൽ ഒഴുകി അങ്ങയുടെ വരവിനായി ഞാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുവാനുള്ള കൃപ നൽകണമെന്ന് നിങ്ങൾ ഓരോ ദിവസം പ്രാർത്ഥിക്കണം. പ്രൈസ്. ഇന്ന് പലരും കൃപയിൽ നിന്ന് വീണുപോയി. അതുകൊണ്ട് ഗലാത്യരോട് ആമേൻ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അല്ലേ? ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അല്ലേ? കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് മരണത്തിൽ സ്വതന്ത്രമാക്കിയത്. പാപത്താൽ നിറയപ്പെട്ട് ശാപത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളുടെ അടിമത്തത്തിൽ കിടന്ന സാത്താന്റെ അടിമയായിരുന്ന അല്ലെങ്കിൽ എന്നെ നിങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിലെ മരണത്തിലൂടെ, ആ ചോരയിലൂടെ, അവന്റെ ജീവനിലൂടെ സാത്താന്റെ പാപത്തിന്റെ ശാപത്തിന്റെ ആ അടിമത്ത് നമ്മെ വിടുവിച്ചില്ലേ? അല്ലേരിയ. അതുകൊണ്ട് കർത്താവ് പറയാ സ്വാതന്ത്ര്യ സമയം അതുകൊണ്ട് ആ അടിമത്തത്തെ വിടിവിച്ചു വന്ന ദൈവമക്കൾ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. കർത്താവ് തന്ന സ്വാതന്ത്ര്യം ഉറച്ചു നിൽക്കണം. അടിമരോഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് പഴയതിലേക്ക് നിന്റെ ദൃഷ്ടി തിരിയത് കേട്ടോ. വന്ന വഴികൾ ഓർത്തിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊക്കെ ഈ വചനം പറയുമ്പോൾ ഞാനെപ്പോഴും ഞാൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിക്കും കേട്ടോ. കാരണം എന്നെ എല്ലാവരും കൈവിട്ടതാ. ലോകക്കാരെല്ലാം കൈവിട്ടു, കൂട്ടുകാരെ കൈവിട്ടു, ബന്ധുക്കൾ കൈവിട്ടു, മാതാപിതാക്കൾ കൈവിട്ടു, സകലരും കൈവിട്ടു. എല്ലാവരും പറഞ്ഞു, നീ എവിടെങ്കിലും പോയി ചാവുവോ, മരിക്കുവോ, ജീവിക്കുവോ, എന്തെങ്കിലും ചെയ്യുവോ, ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇതിനെ വേണ്ട, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയ ഒരു മനുഷ്യനാ എൻ്റെ നാട്ടിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ വിശ്വാസിയൊന്നുമല്ല. പക്ഷെ എൻ്റെ നാട് വിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്ത് ചെന്ന അത് ദൈവത്തിന്റെ കരങ്ങളിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ദൈവദാസന്മാർ എന്നെ, ചില ദൈവമക്കൾ എന്നെ മാസങ്ങളോളം കൊണ്ടു നടന്നു. എല്ലാവരും കൈവിട്ട സ്ഥാനത്ത് അന്ന് ഞാൻ ഈ കൃപയാകുന്ന നദി എന്താണെന്ന് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലാക്കി സ്തോത്രം, ഈ വേട്ടനായ്ക്കൾ ഓടിച്ചു കൊണ്ടുവന്നൊരു പുള്ളിമാരിനെ പോലെ ഓടി നടന്ന ഞാൻ ഓടിച്ചെന്ന് ആശ്രയം പ്രാപിച്ചത് ഞാൻ ഒരു ചില ദൈവത മക്കളായില്ല. അവരെന്നെ ചേർത്ത് പിടിച്ചു. അവരിൽ കൂടെ ചില സുവിശേഷം ഞാൻ കേട്ടു. ഒരു ബൈബിൾ എനിക്ക് തന്നു. ഞാനത് വായിക്കുവാൻ തുടങ്ങി. ഒരു വട്ടമല്ല, പല ആവർത്തികൾ വിശുദ്ധ ബൈബിൾ ഞാൻ ആവർത്തിച്ചു വായിച്ചു. അങ്ങനെ എണ്ണിയാൽ തീരാത്തോലെ ബൈബിൾ ആദ്യോടൊപ്പം ഞാൻ വായിച്ചവനാ പല പ്രാവശ്യം. എന്നിട്ട് ഒരു ദിവസം എനിക്ക് തോന്നി, ഇനി വേട്ടനായ്ക്കളുടെ കയ്യിലേക്ക് ഞാൻ പോകത്തില്ല. എന്നെ താങ്ങി നിർത്തുവാൻ ഒരു കരമുണ്ട്. അതുകൊണ്ട് അന്ന് എന്നെ താങ്ങുന്ന വലിയ ഇടയനായിരിക്കുന്ന ഇടയശ്രേഷ്ഠനായിരിക്കും കർത്താവിന്റെ കരങ്ങളില് എന്നെ പൂർണ്ണമായിട്ടങ്ങ് സമർപ്പിച്ചു. അന്ന് കൃപയാകുന്ന നദി എനിക്ക് ചുറ്റിലും ഒഴുകി. എന്നോട് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, ദൈവം ഹല്ലേലൂയ അതിന്റെ മധ്യേ ഉണ്ട്. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. അത് കുലുങ്ങിപ്പോകയില്ല. കർത്താവ് പറഞ്ഞു, ദൈവം നിന്റെ മധ്യത്തിലുണ്ട്, ഞാൻ നിന്റെ മധ്യത്തിലുണ്ട്, നീ കുലുങ്ങിപ്പോകയില്ല.
ദൈവം അധികാരത്തിൽ തന്നെ അതിനെ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. Praise God. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാ. വചനം വായിച്ച് നമുക്കിത് അറിയാമെന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത്, ഈ വചനമൊക്കെ ഇത് വായിച്ച് സാക്ഷ്യം പറഞ്ഞതിനെക്കാട്ടി നല്ലത്, അല്ല ഈ വചനം വായിച്ച് എനിക്ക് പ്രസംഗിക്കാൻ കഴിയൂ എന്നുള്ള ആ നിലപാടിനെ മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ രക്തം ചെയ്യും. ഈ വചനം നമ്മുടെ ഉള്ളത്തിലേക്ക് കൊണ്ടുവരണം. ഈ വചനം നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ തുടങ്ങണം. പിന്നെ ഒരു വേട്ടനായ്ക്കൾ നമ്മളെ വേട്ടയാടത്തില്ലെന്നേ. സാത്താൻ നമ്മെ വേട്ടയാടത്തില്ല. ഇപ്പൊ നമ്മൾ എവിടെ? കർത്താവിന്റെ കരങ്ങളില്ല. രക്തം ചെയ്യും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്താണ് സഭയ്ക്കൊക്കെ തട്ടിക്കൂട്ടുന്നത്? ചേറെടുത്തടിക്കുന്നു, പാസ്റ്റടിക്കുന്നു, വിശ്വാസികൾ അമ്പിലടിക്കുന്ന കരവുണ്ടാകുന്നു, ആരാധന മുടക്കുന്നു. ഹല്ലേലൂയ. എന്താ? വേട്ടനായ്ക്കൾ പലരുടെയും ഉള്ളിൽ കയറിക്കൂടി. വേട്ടനായ്ക്കൾ, സാത്താൻ പലരുടെയും ഹൃദയത്തിന്റെ നടുവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ മുമ്പിലത്തെ സ്ഥിതിയെ പോലെ അത് വളരെ വഷളായി മാറി. ഹല്ലേലൂയ. കൃപയുടെ വാക്കുകൾ ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് ആമേൻ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങി. കൊലോസ്യ ലേഖനം 4:6 വായിച്ച് നമ്മൾ കാണുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് അവിടെ കാണാൻ കഴിയും. പക്ഷെ അവിടെ എഴുതി വച്ചിരിക്കുന്ന വചനം എത്ര കാലങ്ങളായി നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ആ ബൈബിളിനകത്ത വചനം കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്? ആ വാക്യം, ആ വചനം നിങ്ങൾ എത്ര കാലമായി ചുമക്കാൻ തുടങ്ങിയിട്ട്? എത്രയോ തവണ നിങ്ങൾ അത് വായിച്ചിട്ടുണ്ട്, എത്രയോ തവണ നിങ്ങൾ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞത്? നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ വാക്കുകൾ മാറിയില്ലേ? എന്റെ സ്വഭാവം മാറിയില്ലേ? വാക്കുകൾ പെരുകിയ ലംഘനമുണ്ടെന്ന് നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്ന പോലെ അത് നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തോടാണ് ചേർന്ന് നടക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിന്റെ മധ്യേ അന്തർഭാഗത്ത് കർത്താവ് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം പാമി ഹല്ലേലൂയ. ഒരിക്കൽ വിശുദ്ധ അഗസ്റ്റിൻ, ഹല്ലേലൂയ, വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലോ. ആ ഭക്തൻ ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, പല വിധത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള, പല രൂപത്തിലുള്ള പരിശോധനകൾ, പോരാട്ടങ്ങൾ, ഹല്ലേലൂയ, നമ്മളിലേക്ക് കടന്നു വരാം. പല നിലയിലും വിധത്തിലും സ്വഭാവത്തിനുമുള്ള പരീക്ഷകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അങ്ങനെ വിവിധമായ പരീക്ഷകളിലൂടെ കടന്നു വരുമ്പോൾ, പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ആശ്വാസമില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഒരാശ്വാസമില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ സഹോദരാവേ? പലവിധമായ ചിന്തകളും പോരാട്ടങ്ങളും വെല്ലുവിളികളും കഷ്ടപ്പാടും വന്നപ്പോൾ നിന്റെ ഉള്ളിലെ ആത്മാവ് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആമി കരങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് വന്നപ്പോൾ, ഈ അഗസ്റ്റിൻ ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം കിട്ടി. അപ്പൊ അഗസ്റ്റിൻ അനവധി പോരാട്ടങ്ങളുടെ, പ്രശ്നങ്ങളുടെ, ചിന്തകളിലൂടെ കടന്നുപോയതാ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം കർത്താവിന്റെ പാദപീഠത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ പാദപീഠത്തിൽ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തപ്പോൾ ആ തന്റെ കലങ്ങിയ ഹൃദയത്തെ ദൈവം മാറ്റി. ഹല്ലേലൂയ. തന്റെ കലങ്ങിയ ഹൃദയത്തെ ദൈവം മാറ്റി തനിക്ക് ആശ്വാസം ലഭിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധാനത്തിൽ ആശ്വാസത്തിനായി അദ്ദേഹം തന്നെ പൂർണ്ണമായി എത്തിച്ചു. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 14:1 വാക്യം. എന്തുകൊണ്ടാണ് ശിഷ്യന്മാരോട് യേശു അത് പറഞ്ഞത്? അതിന് മുമ്പത്തെ അധ്യായം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 13 അതിന്റെ 31 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ കുറഞ്ഞു വന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന്. അല്ലേ അവിടെ പറയുന്നുണ്ട്, കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യേശു പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ മരണത്തെ സൂചിപ്പിച്ചത്. യേശു ഇവിടുന്ന് ഈ ഭൂമിയിൽ ക്രൂശുമരണം വഹിച്ച് ഈ ലോകം വിട്ട് പിതാവിന്റെ അരികിൽ പോകും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. ഹല്ലേലൂയ. അവരുടെ ഹൃദയം കലങ്ങിയത് കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
എന്നിൽ ദൈവത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആ വിശുദ്ധ അഗസ്റ്റിന്റെ ഹൃദയം കലങ്ങിപ്പോയപ്പോൾ ഹല്ലേലൂയ കർത്താവ് മന്ദമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. ദൈവം അതിന്റെ മധ്യമുണ്ട്, ദൈവം നിന്റെ മധ്യമുണ്ട്, അതിന്റെ മധ്യ അങ്ങേ കുരുങ്ങിപ്പോകയില്ല, ദൈവം അതിരാവിലെ അതിനെ സഹായിക്കും. അഗസ്റ്റിൻ സന്തോഷത്തോടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പ്രഭാതത്തിൽ ഈ ദൈവത്തെ കേൾക്കാൻ നിനക്ക് കഴിവ് നദിയുണ്ട്. അത് ദൈവത്തിന്റെ നഗരത്തെ, വിശുദ്ധ നിവാസത്തെ, ഹല്ലേലൂയ, വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ കൃപയോ നദി നിന്റെ ജീവിതത്തിൽ പ്രഭാതത്തിൽ ഒഴുകിയിറങ്ങുന്നുണ്ടോ? പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഒരു രാത്രിയുടെ യാമങ്ങളിലെങ്കിലും ഒരു ദൈവവചനം നിന്റെ ആത്മാവിൽ നിന്നെ സ്പർശിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ രാത്രി കാലങ്ങളൊക്കെ പലപ്പോഴും ഉറങ്ങുന്ന സമയങ്ങളിൽ, ഞാൻ ഉറങ്ങുന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10:10 ആകും. ചിലപ്പോൾ കുറച്ച് നേരത്തോളം. എന്നാൽ വെളുപ്പിൻ്റെ ഒരു 3 മണിയോടുകൂടിയൊക്കെ ഞാൻ വീണ്ടും പ്രാർത്ഥനയിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ആ ഇടയ്ക്ക് കിട്ടുന്ന ചില ഉറക്ക സമയങ്ങളുണ്ട്. നന്നായിട്ട് ഉറങ്ങുന്ന സമയങ്ങളിൽ ചില ദൈവവചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരാറുണ്ട്. ചില വചനമായിരിക്കും എന്നെ ചിലപ്പോൾ എഴുന്നേൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് അങ്ങനെ ചില അനുഭവം ഉണ്ടായി. എന്നെ രാവിലെ എഴുന്നേൽപ്പിച്ചത് ചില വചനങ്ങൾ കൂടി എൻ്റെ മനസ്സിലേക്ക് വന്നപ്പം പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം ദൈവം അതിന്റെ മധ്യമുണ്ട്, ദൈവം എന്റെ മധ്യമുണ്ട്. ഹല്ലേലൂയ. അത് കുലുങ്ങിപ്പോകില്ല, ഞാൻ കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്തെ എന്നെ സഹായിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ മടങ്ങുക. ഈ കൃപയാകുന്ന നദി നിന്റെ ഉള്ളിലൊന്ന് ഒഴുകിയാൽ ഹല്ലേലൂയ, ദൈവശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. രക്തം ചെയ്യും. ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, നമുക്ക് ഈ ലോകം ശാശ്വതമല്ല, ഈ ജീവിതം ശാശ്വതമല്ല. നാം എല്ലാം ഇവിടെ അന്യരും പരദേശികളുമാണ്, പ്രവാസികളാണ്. നാം ഈ ലോകം വിട്ടു പോകാൻ സമയമായി. ഏത് നിമിഷവും നമ്മൾ ചലിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ആത്മാവും നമ്മൾ കർത്താവ് എടുക്കും. നമ്മുടെ ഈ കൂടാരം ദൃശ്യമായി മാറും, ജീവനില്ലാത്തതായി മാറും. പക്ഷെ ഈ ഭൂമി ഞാൻ നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഈ കൂടാരത്തിന് മധ്യേ യേശു ഉണ്ടായിരിക്കണം. മരണഭീത സമയത്ത് അതുകൊണ്ട് നാം പരദേശിയായി പാർക്കുന്ന വീട്ടിൽ അവന്റെ ചട്ടങ്ങൾ നമ്മുടെ കീർത്തനമായിരിക്കണം. രക്തം ചെയ്തൊക്കെ സങ്കീർത്തന പുസ്തകമൊക്കെ വല്ലപ്പോഴും ഒന്ന് വായിച്ചാല് അവിടൊക്കെ കാണാൻ കഴിയും രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പ്രഭാതത്തിൽ ഒരു ദിനങ്ങൾ നിങ്ങളുടെ വചനം പറയുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കർത്താവ് തരാറുണ്ട്, ഒരുപാട് സ്നേഹം തരാറുണ്ട് കർത്താവ്, ഒരുപാട് എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്, ഒരുപാട് എന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. കർത്താവ് പലപ്പോഴും പറയും, ഇടാ വേട്ടനായ്ക്കൾ വരുന്നുണ്ട്, വേട്ടനായ്ക്കൾ നിന്നെ തകർക്കുവാൻ, വേട്ടനായ്ക്കൾ നിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ, ആഗ്രഹങ്ങളും മോഹങ്ങളും ഇച്ഛകളുമായിട്ട് വരുന്നുണ്ട്. വേട്ടനായ്ക്കളുടെ കയ്യിൽ നിന്നെ ഞാൻ തോളിലേറ്റിയതാ, നിന്നെ എന്റെ കരങ്ങൾ വഹിച്ചതാ. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതെ, വേട്ടനായ്ക്കൾ നിന്നെ ചുറ്റി നടക്കുക. പ്രൈസലോ. അതിന്റെ നടുവിൽ നീ വീട് പോകരുത് ശ്രോതാവേ. നമ്മുടെ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം കടന്നു വന്നു. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ ഒന്ന് പാപം മുഖാന്തര പ്രശ്നം. ഹല്ലേലൂയ. നാഥാൻ പ്രവാചകൻ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണിലൂടെ വീണ് പ്രാർത്ഥിച്ചു. പിന്നെ താൻ ഇസ്രായേലിലെ രാജാവായി അങ്ങോട്ട് അഭിഷേകത്വം നിറയപ്പെട്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോഴും തനിക്കെതിരെ ശത്രുവായിട്ട് വലിയൊരു വ്യക്തി, ആരാ? ശൗല്. ഹല്ലേലൂയ. ദാവീദിന് മുമ്പുണ്ടായിരുന്ന രാജാവ് ശൗൽ, ഇസ്രായേൽ 1ാമത്തെ രാജാവ് ശൗൽ ദാവീദിന്റെ ശത്രുവായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ മകൻ അബ്ശലോം തനിക്കെതിരെ ശത്രുവായി. അത് കഴിഞ്ഞപ്പോൾ തന്റെ വിശ്വസ്ത മന്ത്രിയായ അഹീതോഫെൽ തനിക്ക് ശത്രുവായി. അതും കഴിഞ്ഞപ്പോൾ പിന്നീട് ദോവേഗ് തനിക്ക് ശത്രുവായി മാറി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ശെമി തന്നെ പ്രാകുവാനും ശപിക്കാനും തുടങ്ങി. അങ്ങനെ വിവിധ നിലകളിൽ ജീവിതത്തിൽ പോരാട്ടം വന്ന, വെല്ലുവിളികൾ വന്ന, കൊട്ടാരം വിട്ടോടേണ്ടി അങ്ങനെ വന്നവനാ ദാവീദ്. ഏൻഗതി മരുഭൂമിയിലും അതുമില്ല ഗുഹകളിലും പാർക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ശൗൽ തിരഞ്ഞു നടക്കിയ ഒരു വേട്ടനായെ പോലെ ശൗൽ, ഹല്ലേലൂയ, ദാവീദിനെ തിരഞ്ഞു നടക്കിയ. എന്തിനാ? ദാവീദിനെ തകർക്കാൻ. പക്ഷേ ദൈവത്തെ ദാവീദിനെ സൂക്ഷിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാവീദ് ഇങ്ങനെ പാടുകയും, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദിന്റെ സംഗീതമാണ്.
എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എല്ലടിയ അനർത്ഥ ദിവസത്തിൽ യഹോവനെ വിടുവിക്കുമെന്ന് ദാവീദ് പറയാണ് 41 വാക്യം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യ. ഈ എളിയവനായി ദാവീദിനെ ആദരിച്ചതുകൊണ്ട് ഞാൻ ഭാഗ്യവാന. അനർത്ഥ ദിവസത്തിൽ അല്ലെ യഹോവനെ വിടുവിക്കും. അത് സ്നേഹിത, നീ ഒരു എളിയവനായി നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ വേട്ടനായ്ക്കൾ നിനക്ക് നേരെ ചുറ്റും ആക്രോശത്തോടുകൂടി കുരച്ചുകൊണ്ടുവരുമ്പോൾ, സാത്താൻ നിനക്ക് നേരെ കുരച്ചുകൊണ്ടുവരും, അലറി വരുമ്പോൾ, അല്ലേലൂയ, സ്തോത്രം സ്തോത്രം, സ്തോത്രം, ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിക്കും. അനർത്ഥ ദിവസത്തിൽ ദൈവം ദാവീദിനെ വിടുവിച്ചോടെ ദൈവം നിന്നെ വിടുവിക്കും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകരം ദൈവത്തിന് വചനം കേൾക്കുന്ന ശ്രോതാവി, കേരളത്തിലോ ഭാരതത്തിലോ രാജ്യങ്ങൾ ഏതെങ്കിലും ഭാഗത്തിൽ നീ അനർത്ഥത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കണ്ണുനീരിന്റെ നടുവിലാണോ നീ ആയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് പറയുക, അനർത്ഥ ദിവസത്തിൽ, നിന്റെ അനർത്ഥ ദിവസത്തിൽ നിന്നെ വിടിവിക്കുവാൻ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന ദൈവമാ. ഹല്ലേലൂയ. സാത്താൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല കേട്ടോ. 42 സംഘത്തിൽ ഇങ്ങനെ എഴുതി, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ഉള്ള നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇതൊക്കെ ദൈവ പ്രേരണയില് ഈ ഭക്തൻ എഴുതിയതാ. എന്തോ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ വറ്റി വരണ്ട് കിടക്കുന്ന മണലാരണ്യത്തിലൂടെ അല്ലേറിയ മാൻകൂട്ടം ഓടിപ്പോവുകയാണ്. സൂര്യന്റെ വെയിലുകൾ കൊണ്ട് മണലാരണ്യത്തിൽ മിന്നിത്തിളങ്ങുന്ന അനുഭവങ്ങൾ മാനുകളുടെ കൺമുമ്പിൽ പെടുമ്പോൾ മാനുകളുടെ ചിന്തത ദൂരെ വെള്ളം കിടന്ന് വിട്ടതാ. അതുകൊണ്ട് ഇത് മാനുകൾ ധൃതി ഓടാൻ തുടങ്ങും. അല്ലേ, മാൻ നീർത്തോടുകൾക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ അതേ അനുഭവത്തിലാണ് ദാവീദ് ഈ ഒരു അനുഭവത്തെ രേഖപ്പെടുന്നത്. വെള്ളത്തിനായി ദാഹിക്കുന്ന മാൻപേടയെ ദൈവത്തിനായി ദാഹിക്കുന്ന മനുഷ്യഹൃദയത്തോട് താരതമ്യം ചെയ്ത് എന്തോ അല്ല ചെയ്യണം. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനും ഒരു ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് അവന്റെ ഹൃദയത്തിൽ ആവശ്യം. അപ്പോൾ ഏത് മതവിശ്വാസിയായിരുന്നാലും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. അല്ലേലിയ. കപ്പേളകൾക്കകത്ത് പണിത് വെച്ചിരിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലേലിയ. കപ്പേളകൾക്കകത്ത് പണിത് വെച്ചിരിക്കുന്ന ദൈവം അവിടെ ഇരിക്കട്ടെ, നിന്റെ ഹൃദയത്തിൽ ദൈവമുണ്ടോ? സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ നിന്നെ വിടിവിക്കുക കഴിയുന്ന വേട്ടനായ്ക്കളെ പോലെ സാത്താൻ നിനക്ക് നേരെ കുരച്ചും കൊണ്ടുവരുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ യേശു ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ മധ്യ ഉണ്ടെങ്കിൽ, ദൈവസഭയുടെ മധ്യ ഉണ്ടെങ്കിൽ, ദൈവ നഗരത്തിന്റെ മധ്യ ഉണ്ടെങ്കിൽ, വിശുദ്ധ നിവാസത്തിന്റെ മധ്യ ഉണ്ടെങ്കിൽ അത് കുരുങ്ങിപ്പോകയില്ല. നിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ നീ കുരുങ്ങിപ്പോകയില്ല. വിശ്വസിക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എത്രയോ പേര് ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങൾ പലരും എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാറില്ലേ? പലർക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാരണം? നീ കുരുങ്ങിപ്പോകാതിരിപ്പാൻ. അല്ലേലിയ. വലിയ നാശകരമായ കുഴിയിൽ നിന്ന് അനവധി ശത്രുവിന്റെ സംഹാര താണ്ഡവത്തിന്റെ നടുവിൽ നിന്ന് ദൈവനെ വിളിച്ച് വേർതിരിച്ചു. അല്ലേലിയ. സ്തോത്രം. കർത്താവിന്റെ ഹൃദയത്തിന്റെ നടുവിൽ വസിക്കാൻ വേണ്ടി ലോകത്തിൽ തന്നെ വേർതിരിച്ചു. പ്രൈസലോ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഹൃദയം ലോകത്തിന് വിട്ടുകൊടുക്കരുത്. ലോകക്കാരായി ജീവിപ്പാൻ നീ ആഗ്രഹിക്കരുത്. ലോക സുഖങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കരുത്. ലോകത്തിന്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, അതിനെല്ലാം നീ വലിച്ചു കീറിക്കളയണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവം ആവശ്യം കേട്ടോ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു പറയട്ടെ, യേശു നിന്റെ ഹൃദയത്തിലുണ്ടോ? യേശു നിന്റെ ഭവനത്തിലുണ്ടോ? യേശു നിന്റെ സഭയിലുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? സ്തോത്രം. പലരിലും ഇല്ല കേട്ടോ. ഇല്ലാത്ത ഒരുപാട് പേരെ എനിക്ക് പറയാൻ പറ്റും. ഞാനെല്ലാം നമുക്ക് പേര് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്നിലുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ എന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങളും അങ്ങനെ. പക്ഷേ എന്റെ സ്വഭാവത്തിൽ അത് കാണിക്കണം, ജീവിതത്തിൽ വെളിപ്പെടുത്തണം. ഫ്രൈസറോ. കുറ്റം പറഞ്ഞും കൂറ്റാരം പറഞ്ഞു, നുണ പറഞ്ഞു, വേഷണി പറഞ്ഞു, ചതി ചെയ്തും വഞ്ചന ചെയ്തും നുണ പറഞ്ഞും ഒക്കെ നടക്കുന്നവർ കൂടി ദൈവം വസിക്കത്തില്ല. ലേരി. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. സ്തോത്രം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ അമേലിയ വാഞ്ചിപ്പെന്ന് പറയുന്നേ.
ഒരു ശിശുവിന്റെ മനസ്സായിരിക്കണം നമുക്ക്. ഇപ്പോൾ ജനിച്ച ശിശുവിന്റെ ഹൃദയം എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയം. അതിന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചിട്ടില്ല. പാപത്തെക്കുറിച്ച് ആ ശിശുവിനെ അറിയത്ത് പോലുമില്ല. എന്ത് പറഞ്ഞല്ലോ കർത്താവ് പറഞ്ഞത്? അല്ലല്ല, നിങ്ങൾക്ക് അഗ്നിശോധനയ്ക്കായി അല്ലേ ഒരു പരീക്ഷ വരുമ്പോൾ, അല്ലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. അങ്ങനെയുള്ള അനർത്ഥ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ അല്ലേലിയ, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ മധുരമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നീ എന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ കൂടാരത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ കൂടാരമാകുന്ന നിന്റെ ജീവിതത്തിന് മധ്യ യേശു വരും. നീ കുരുങ്ങിപ്പോയില്ല. ദൈവാധികാലത്ത് നിന്നെ സഹായിക്കും. രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ഏത് പ്രതികൂലത്തിനിടയിൽ ദൈവത്തിനെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ എല്ലാ പ്രതികൂലത്തിൽ നിന്നും, നീ കടന്നു പോകുന്ന എല്ലാ അനർത്ഥത്തിൽ നിന്നും ദൈവത്തിനെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. യുവദൈവാക്കന്മാർ പറയട്ടെ, കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുകയും, ലോകത്തിൽ നിങ്ങൾ ആശ്രയിക്കാതെ ഈ മൊബൈൽ, ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ മാറ്റിവെച്ചിട്ട് വിശുദ്ധ ബൈബിൾ, സത്യവേദ പുസ്തകം നിന്റെ കരങ്ങൾ കൊണ്ടുവന്നെടുക്കുക. ആ സത്യവേദ പുസ്തകം നീ ചുമക്കാൻ തയ്യാറാണ്. അത് ഉയർത്തിപ്പിടിക്കും നിന്റെ കരങ്ങൾ, ലജ്ജിക്കാതെ. നിന്റെ രാത്രിക്കുള്ള ദൈവത്തിന് വചനം പുറത്തു വരട്ടെ. ഹൃദയത്തിൽ വചനം നിറയട്ടെ. അല്ലേലൂയ. ഈ കൃപയാകുന്ന നദി നിന്റെ ഹൃദയത്തിൽ ഒഴുകട്ടെ. നിനക്ക് ചുറ്റിലും ആ കൃപയാകുന്ന നദി നിറഞ്ഞു നിൽക്കട്ടെ. അല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ യേശു ആഗ്രഹിക്കുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മരണമണികളുള്ള മരണത്തിന്റെ നിഴലുകളെ അവയെ മാറ്റുവ ദൈവം ആഗ്രഹിക്കുക. നിന്നെ വിഴുങ്ങുവാൻ വേണ്ടി ചില വേട്ട നായ്ക്കൾ, ബ്ലേഡുകൾ രാവിലെ നിന്റെ മുറ്റത്ത് വരും കേട്ടോ. നിന്നെ വിഴുങ്ങുവാൻ, നിന്നെ പിച്ച് ചെയ്യുവാൻ വേണ്ടി കൊള്ളപ്പരിശ വാങ്ങുന്ന ബ്ലേഡുകൾ, വേട്ട നായ്ക്കളെ പോലെ നിനക്ക് ചുറ്റും കുരച്ചു കൊണ്ടുവരും. പ്രൈസരോ, ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിന്നെ ദൈവം സഹായിക്കും. നീ കുരുങ്ങിപ്പോൻ ദൈവം അനുവദിക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. 46 സങ്കീർത്തനം, ഹല്ലേലൂയ, 5 വാക്യമാ. ദൈവത്തിന്റെ മധ്യ കൊണ്ട് അത് കുരുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്തിന് സഹായിക്കും. അതെ, നിന്റെ മധ്യ ദൈവം ഉണ്ടെങ്കിൽ നീ കുരുങ്ങിപ്പോകത്തിൽ അധികാലം ദൈവം സഹായിക്കും. കണ്ണുകളടച്ചാട്ട് ഒരിക്കൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിനെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോകരാജ്യം 800 കോടി ജനത്തിനായി, തലമുറകൾക്കായി, എണ്ണത്തിൽപ്പെടാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യരാഷ്ട്ര തലവന്മാരെ, അധികാരികൾ, ന്യായന്മാരെ, ക്രമസമാധാന പാലകരെ, എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം പുല്ലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ആദിവാസി ട്രൈബലിനും ഗോത്രഭാഗങ്ങളുടെയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവരത്തിലും വാർദ്ധക്യത്തിലും ആരംഭത്തിലും അശന യാച ഓർണച്ച് ഓട്ടെ ജുവൽ ഹോമിലായിരിക്കുന്ന, തടവറയിലായിരിക്കുന്ന, കണതീരിന്റെ തടിയുടെ മധ്യത്തിന് മയക്കുമാൻ ശേഖരിക്കടിയപ്പെട്ട് തീവ്രവാദ ഭീകര വർഗീയതയിൽ വീണാൻ സമാധാന സന്തോഷമില്ലാതെ ക്രിമിനൽ കേസുകളിൽപ്പെട്ട് വിവിധ പരീക്ഷയിലൂടെ കടന്നുപോകുന്ന വേട്ടനായ്ക്കളെ പോലെ വേട്ടയാടുന്ന സാത്താന്റെ കയ്യിൽ അമർന്നു കിടക്കുന്ന, വിവിധ പാപ സ്വഭാവങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് വിടിവിക്കണമേ. കർത്താവ് അവരുടെ നടുവിലേക്ക് വസിക്കുവാൻ, അവർ കുലുങ്ങിപ്പോകാതെ അതിരാവിലെ അവരെ സഹായിക്കുന്ന ആ സഹായത്തിനു വേണ്ടി ഒരു വലിയ കൂട്ടം ജന ഈ ദൈവത്തിലേക്ക് ഓടി വരുവാൻ അവരുടെ കണതിയിൽ തുടയ്ക്കണം കർത്താവേ. വേദനകൾ മാറിപ്പോട്ട് മഹാവ്യാധിയാൽ, രോഗത്താൽ, കഷ്ടതയാൽ, കടക്കെളിയാൽ, ഞെരുക്കങ്ങളാൽ, നിരാശയുടെ സങ്കടത്തിന്റെ നടുവിടെ കടന്നുപോകുന്ന പയ്യുകൾക്ക് പ്രഭാതത്തിൽ ഈ ദൈവത്തിന്റെ വചനം ഒരു വിടുതലായി തീരണമേ. കർത്താവ് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന അനവധി കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, ജീവിതം തകർന്ന് ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് കേസുകൾ ഡിവോഴ്സിനായി കൂടുതൽ കിടക്കുമ്പോൾ കർത്താവ് വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവർക്കും ഒരു ആശ്വാസം കൊടുക്കണമേ. ആരും തകർന്നു പട്ടയാകരുത്. സകല മാനകൂലത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം കർത്താവേ, അകൃപയാകുന്ന നദി എല്ലാവരും ഒഴുകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അടിനെ പുണ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.